എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമുക്ക് POCO X3 അൺബോക്സ് ചെയ്യും, അതുപോലെ തന്നെ ഈ ഡിവൈസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ക്ലിക്ക് ചെയ്തുകൊണ്ട്. നമുക്കൊരു ചെറിയ അൺബോക്സിങ്ങിൽ നിന്ന് തുടങ്ങാം. POCO F1ൻ്റെയും X2ൻ്റെയും ബോക്സ് പോലെ തന്നെയാണ് X3യുടെയും ബോക്സ്. പക്ഷേ ഈ പ്രാവശ്യം മെയ്ഡ് ഇൻ ഇന്ത്യ ലോഗോ ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. 120 FPS സ്ക്രീനിനെ കുറിച്ച് എല്ലായിടത്തും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബോക്സിൻ്റെ പിൻവശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെക്കുകളെക്കുറിച്ച് ഒന്നും കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ചും ക്യാമറയെക്കുറിച്ചും അതുപോലെ തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റിനെക്കുറിച്ചും ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. X3യിൽ ഒരു പുതിയ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എഞ്ചിനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ടച്ച് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്യില്ലേ, അതൊരു പുതിയ ടെക്നോളജി വെച്ചിട്ടാണ് ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്നത്. അതും കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബോക്സിൻ്റെ പിൻവശത്ത് ഈ ഡിവൈസിൻ്റെ വില 6GB 128GBക്ക് 21,000 രൂപയാണ്. പക്ഷെ നമുക്ക് 18,500 ലഭിക്കും. അതിനുള്ള ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സാർ വാല്യൂവിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നവർ ഒത്തിരി പേടിക്കേണ്ട. 2 ഹെഡ് 0.74ഉം 2 ബോഡി 0.61 ഉള്ളൂ. അതുകൊണ്ട് സാർ വാല്യൂസ് ഇൻ കൺട്രോൾ തന്നെയാണ്. ഇനി നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. കൂടുതലായിട്ടൊന്നുമില്ല. ബോക്സിൻ്റെ ഓവറോൾ ക്വാളിറ്റി എല്ലാം കൊള്ളാം. ആദ്യമേ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഒരു ചെറിയ കേസ് ബോക്സാണ്. ഇതിനുള്ളിൽ നമുക്കൊരു കേസും അതുപോലെ തന്നെ കുറച്ച് ലീഫ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. കേസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കൊള്ളാം എന്നേ പറയുന്നുള്ളൂ. എക്സ്ട്രീം ഡ്യൂറബിൾ എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ ഫോൺ മേടിക്കുകയാണെങ്കിൽ വേറൊന്നും കൂടെ മേടിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ അത്യാവശ്യം ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കുറച്ച് ലീഫ്ലെറ്റ്സും പേപ്പർ വർക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് സിം ഇജക്ടർ ടൂളും ലഭിക്കുന്നത്. അടുത്തതായി നമുക്ക് ലഭിക്കുന്നത് സ്മാർട്ട് ഫോൺ തന്നെയാണ്. കയ്യിൽ കിട്ടിയപ്പോഴേക്കും ഞാൻ പ്രതീക്ഷിച്ച് തന്നെ സംഭവിച്ചു. നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിലോട്ട് വരുമ്പോഴേക്കും ശരിക്കും വെയിറ്റ് ഉണ്ട്. POCO F1 വിത്ത് ആർമേർഡ് കേസാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവിടുന്ന് വന്നിട്ട് പോലും എനിക്ക് അത്യാവശ്യം ഒരു വെയിറ്റ് ഫീൽ ചെയ്തു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുന്നു, ആ സ്ലിപ്പ്, ആ പുറകിലൊട്ടിച്ച് വെച്ചിരിക്കുന്ന ബാർകോഡുള്ള സ്ലിപ്പ് അത് സൂക്ഷിച്ച് വെക്കുക. അത് വാറണ്ടിക്ക് ഒത്തിരി ആവശ്യമാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ കാണുക. POCO X3യിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ചാർജർ വളരെ ആവശ്യമാണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു USB Type-C കേബിൾ ലഭിക്കുന്നുണ്ട്. പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഈ കേബിളിന് ഒരു റെഡ് ആക്സെൻറ്റ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് തീർത്തും റിയൽമിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സ്റ്റൈലാണ്. വോട്ടെവർ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് ഐറ്റംസ് തന്നെയാണ്. കേസ്, USB Type-C കേബിൾ, ചാർജർ, സിം ട്രേ, കുറച്ച് ലീഫ്ലെറ്റ്സ്. ഇത്ര മാത്രമാണ് ബോക്സ് കണ്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിവൈസിൻ്റെ ഒരു ടോട്ടൽ ഓവർവ്യൂവും ഫസ്റ്റ് ഇംപ്രഷൻസിലോട്ടും കിടക്കാം. ഡിവൈസിൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ ആദ്യം തന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ വെയിറ്റ് അല്ല, പക്ഷേ ബൾക്കാണ്. 10.0.8 mm തിക്നെസ്. അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ട്. ഇനി വെയിറ്റും ഒരു കാര്യമാണ്. 225 ഗ്രാം വെയിറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. പോർട്ടുകളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന പോയിന്റുകൾ തന്നെയാണ്. താഴെ തന്നെ ഹെഡ്ഫോൺ ജാക്ക്, USB Type-C പോർട്ട്, മൈക്ക്, സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. ഫോണിൻ്റെ മുകൾ ഭാഗത്ത് സ്പീക്കർ, മൈക്ക്, ഇൻഫ്രാറെഡ് ബ്ലാസ്റ്റർ, അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ബിൽഡും ഡിസൈനിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡിസൈൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണിത്. മോശമൊന്നും പറയാനില്ല. ബിൽഡും കുഴപ്പമില്ല. ഹോർണിംഗ് Gorilla Glass 5 ഒക്കെ ഫ്രണ്ടിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്യാമറ കട്ടൗട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചെറിയൊരു കൺസേണിങ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് ബോഡിയാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ഡിവൈസിനുള്ള 2 സ്പെസിഫിക്കേഷനുകളെ കുറിച്ച് അറിയണം. 1, ഇത് ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2, ഇതിന് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ലഭിക്കുന്നത്. അതായത് 2 സ്പീക്കേഴ്സ് ഉണ്ട്. അതിൽ ബോട്ടം ഫയറിംഗ് സ്പീക്കർ, അതായത് താഴെ ഭാഗത്തെ സ്പീക്കർ സൂപ്പർ പവർഫുള്ളാണ്. ഇതിൻ്റെ പിൻഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന പാനൽ പ്ലാസ്റ്റിക് ആണ്. നേരത്തെ അത് ഗ്ലാസ് ആയിരുന്നു. ആ ഒരു കാര്യത്തിൽ ഈ ഡിവൈസ് ഒരു അപ്ഗ്രേഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കൂടിയ സ്പെക്ക് വരുമ്പോൾ അതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു ബിൽഡ് വരണ്ടേ. ഇവിടെ അതുണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ആ ഒരു ചെറിയ കീ, അത് വലിയ വെയിറ്റ് ഉള്ളതൊന്നുമല്ല, പയ്യെ റോൾ ചെയ്ത് താഴത്തോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇവിടെ നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ആ സ്പീക്കർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വെറുതെ ഒരു പേപ്പർ എടുത്ത് മണ്ടേ വെച്ചാൽ മതി, അത് പയ്യെ ഊർന്ന് താഴത്തോട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യാണ്. അത്ര വൈബ്രേഷനാണ് പുറകോട്ട് വരുന്നത്. അത് ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇതിപ്പോൾ എൻ്റെ അനിയനാണ് മേടിച്ചത്, അവന് ഇച്ചിരി ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും X2 തന്നെയാണ് കിങ്. നമുക്ക് X3ക്ക് ഒരു പ്രിൻസ്, ഒരു യുവരാജ് എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. സോ ഇങ്ങനൊരു ക്വാളിറ്റി ഇഷ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കേസ് ഇട്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരും അതിലത്ര പ്ലീസ്ഡ് ആയിരിക്കണമെന്നില്ല. X3ക്കുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരേ സമയം ഒരു മെമ്മറി കാർഡും 2 സിമ്മും ഉപയോഗിക്കാൻ കഴിയില്ല. റിയൽമിയിൽ അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. പോക്കോ ഇത്തവണയെങ്കിലും അതൊന്ന് മാറ്റും എന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ അതുണ്ടായിട്ടില്ല. റിയൽമി 7നും സമാനമായിട്ടുള്ള ബിൽഡാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ ഇപ്പോഴും ബെസ്റ്റ് ബിൽഡ് എന്ന് പറഞ്ഞാൽ POCO X2 തന്നെയാണ്.
ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് X3 കൊള്ളില്ല എന്നല്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബിൽഡും ഡിസൈനും അതിന് ലഭിക്കുന്നുണ്ട്. ആ വലിയ പോക്കോ ലോഗോ മാറ്റായിരുന്നു. ഇനി ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡിവൈസിന് 6.67 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഈ ഡിസ്പ്ലേയിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്റ്റഡ് ആണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. HDR ടൺ സർട്ടിഫൈഡ് ആണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഡിസ്പ്ലേ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ആമോലെഡിൻ്റെ ഒപ്പം വരത്തില്ലെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ X2 ആയിട്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, ഓൾമോസ്റ്റ് സിമിലർ ആണ്. മൾട്ടിമീഡിയ എന്നത് കേവലം സ്ക്രീൻ മാത്രമല്ല, സ്പീക്കർ പെർഫോമൻസും ഹെഡ്ഫോൺ ജാക്കിലൂടെയുള്ള ഔട്ട്പുട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് മേഖലകളിലും ഫുൾ മാർക്ക് ഈ ഡിവൈസ് നമുക്ക് കൊടുക്കാൻ കഴിയും. X2നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പീക്കർ പെർഫോമൻസ് ഉണ്ട്. ഒരു ആവറേജ് റൂം ഫില്ല് ചെയ്യാനുള്ള ഓഡിയോ ഔട്ട്പുട്ട് ഇതിൻ്റെ സ്പീക്കേഴ്സ് നൽകും. സ്പീക്കർ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ത്രൂ ഇയർഫോൺസും നന്നായിട്ട് പെർഫോം ചെയ്തു. ഇത്രയും നേരം നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന വിഷ്വൽസ് ഒരു 75% ബ്രൈറ്റ്നസ്സിലായിരുന്നു. അത് 100%-ലോട്ട് വരുമ്പോഴേക്കും ഇതാണ് ഔട്ട്പുട്ട്. ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് കിട്ടാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ക്രീൻ സ്പെസിഫിക്കേഷനും ടെക്നോളജിയും എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓവറോൾ സ്ക്രീനിൻ്റെയും മൾട്ടിമീഡിയ യൂസിൻ്റെയും കാര്യത്തിൽ തീർച്ചയായിട്ടും പോക്കോ X3 നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യത്തില്ല. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കമൻറ്റ് ഈ കാര്യത്തിൽ നൽകാൻ കഴിയും. ക്യാമറാസിൻ്റെ കാര്യത്തിൽ ഈ ഡിവൈസിന് 64 മെഗാ പിക്സൽ സോണി IMX682 എന്ന പ്രൈമറി ക്യാമറ സെൻസറാണ് ലഭിക്കുന്നത്. 64 മെഗാ പിക്സൽ റെസൊല്യൂഷനുള്ള ആ മെയിൻ ക്യാമറയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് 13 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സൽ ഡെപ്ത് ക്യാമറയും പിൻവശത്ത് നൽകിയിട്ടുണ്ട്. ഇനി മുൻവശത്ത് സെൽഫി പർപ്പസിനായിട്ട് 20 മെഗാ പിക്സൽ ക്യാമറയും നൽകിയിട്ടുണ്ട്. അത് വളരെ നന്നായെന്ന് എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് അത്രമാത്രം യൂസ്ഫുൾ ആയോന്ന് സംശയമുണ്ട്. ഇത്തവണയും ക്വാളിറ്റിയുടെ കാര്യത്തിലൊരു കോംപ്രമൈസ് ഇല്ല. നല്ല ഔട്ട്പുട്ട് സെൽഫി ക്യാമറയും റിയർ ക്യാമറയും നൽകുന്നുണ്ട്. വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ആപ്പാണ് പോക്കോ X3 ലഭിക്കുന്നത്. പ്രോ വീഡിയോ മോഡ് വരെയുണ്ട്. അതിൻ്റേതായ എല്ലാ അഡ്വാൻറ്റേജുകളും പോക്കോ X3 ഉണ്ട്. പോക്കോ X2 ആയിട്ട് നിന്ന് ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കി. അതിനകത്ത് പ്രോ വീഡിയോ മോഡൊന്നും ഇതുവരെ റിലീസ് ആയിട്ടില്ല. അപ്പോൾ ചില വ്യക്തമായിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് കമ്പാരിസൺ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. Android 10 ബേസ് ചെയ്തിട്ടുള്ള MIUI 12 ആണ് ഈ ഡിവൈസിൽ റൺ ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ബിൽഡാണ് ഇതിനകത്ത് റൺ ചെയ്തിരിക്കുന്നത്. ഇനിയും ചില അപ്ഡേറ്റുകളും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി സെക്യൂരിറ്റി പാച്ചിൻ്റെ കാര്യത്തിലാണ് 2 മാസം പഴക്കമുള്ള ഒരു സെക്യൂരിറ്റി പാച്ചാണ് ഇതിൽ റൺ ചെയ്യുന്നത്. 8 നാനോമീറ്റർ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറാണ് ഈ ഡിവൈസിൽ വന്നിരിക്കുന്നത്. 730Gയിൽ നിന്നും വലിയ വ്യത്യാസങ്ങളില്ല. ജസ്റ്റ് ഒരു 15% GPU ബൂസ്റ്റ് മാത്രം. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ടെന്ന് ഒരു ഗെയിമിംഗ് റിവ്യൂവിൽ ഉടനെ നിങ്ങളോട് പറയുന്നതാണ്. ഇനി ഹൈ റിഫ്രഷ് റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഓട്ടോ മോഡ് ഇതുവരെ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതുവരെ അവൈലബിൾ അല്ല. ഓവറോൾ പെർഫോമൻസ് കുഴപ്പമില്ല, നല്ല റെസ്പോൺസ് ഉണ്ട്. നമുക്ക് ലാഗി എന്ന് പറയുന്നതായിട്ട് ഒന്നും തന്നെയില്ല. ക്യാമറ UIയുടെ കാര്യത്തിൽ ചെറിയൊരു അപ്ഡേഷൻ്റെ ആവശ്യമുണ്ട്. ക്യാമറ UIയിൽ 2-3 ബഗ്സ് ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ അതൊന്നും മാറിയായിരുന്നു നന്നായിരുന്നു. ഈ ഡിവൈസിൽ ഞങ്ങൾ വെറുപ്പിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന പ്രീ ഇൻസ്റ്റോൾഡ് ബ്ലോട്ട്വെയറുകളാണ്. ബ്ലോട്ട്വെയറുകൾ കൊണ്ടൊരു തുലാഭാരം നമുക്ക് തൂക്കാം, അത്ര മാത്രമുണ്ട്. പക്ഷേ ഒട്ടുമിക്കതെല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാട്ടോ. ഇനി ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആക്യുറേറ്റ് ആണ്, നല്ല റെസ്പോൺസ് ഉണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ അൺലോക്ക് ആകുന്നുണ്ട്. ഫേസ് അൺലോക്കിൻ്റെ കാര്യത്തിലും ഏറെക്കുറെ ഇത് തന്നെയാണ് കാര്യം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങൾ ഈ സ്മാർട്ട് ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകത്തില്ല. ഞങ്ങൾ ഹെവി യൂസേഴ്സാണ്. ഇഷ്ടംപോലെ ആപ്സ് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരിക്കും. എന്നിട്ട് പോലും ഒരു 40 to 45% റാം എപ്പോഴും തന്നെ ഫ്രീ ആണ്. ഓവറോൾ പെർഫോമൻസ് അടിപൊളിയാണ്. ഇന്നാഡിക്വസീസ് എന്ന് എടുത്തു പറയാൻ മാത്രം ഒന്നും തന്നെ ഇല്ല. ഈ ഡിവൈസിൽ ഏകദേശം 30ഓളം സെൻസേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഗെയിമിങ്ങിനൊക്കെ വേണ്ട എല്ലാ സെൻസേഴ്സും അവൈലബിൾ ആണ്. ആ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസിലോട്ട് നിങ്ങൾക്ക് പോകേണ്ട വരത്തില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള യൂസേജിൽ നിന്ന് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങളൊരു കാഷ്വൽ യൂസറൊക്കെ ആണെങ്കിൽ ഈ ഡിവൈസിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒത്തിരി കംപ്ലയിൻറ്റുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. പോക്കോ X3യുടെ കൂടുതൽ കവറേജുകൾ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ്ഡ് ആയിട്ടിരിക്കുക. ആ ബെൽ ഐക്കൺ കൂടെ അമർത്തുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.